ഇപ്പോൾ നമ്മൾ ഏതൊരു ഫുട്ബോൾ ടീമിനെ നോക്കും, ആ ഒരു ഫുട്ബോൾ ടീമിന് ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ കാണും, അല്ലെങ്കിൽ ഒരു 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 സ്റ്റൈൽ ഓഫ് ഒരു വേ ഓഫ് ഫുട്ബോളിൽ അവർ കംഫർട്ടബിൾ ആയിരിക്കും. ഒന്നുകിൽ ട്രാൻസിഷൻ ഫുട്ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആയിരിക്കും. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഒരു ടീം കംഫർട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ട്രോങ് പോയിൻ്റ് എന്ന് പറയുന്നത് അതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ യുണൈറ്റഡ് ടീമിനെ നോക്കി ഇവർ ഏതൊരു കാര്യത്തിലാണ് ഇവർ ബെറ്റർ എന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ഒലയാണ് യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം മാനേജർ എന്നാണ് നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒലയുടെ അണ്ടറിൽ നമ്മൾ ബെറ്റർ, നമുക്കൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളായിരുന്നു. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാതൊരു സ്റ്റൈലും ഇല്ല. ഞാൻ മാനേജറിനെ മാത്രം കുറ്റം പറയത്തില്ല, കാരണം ആ ഓരോ പ്ലെയേഴ്സിനെയും, യുണൈറ്റഡിൻ്റെ ഓരോ പ്ലെയേഴ്സിനെ നോക്കൂ, ആ പ്ലെയേഴ്സിൻ്റെ എല്ലാം കാലെ സ്പ്രിങ് വെച്ചുകൊണ്ടാണ് ഇമാര് നടക്കുന്നത്. ഒറ്റ ഒരുത്തിന് പോലും പൊസഷൻ ഹോൾഡ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ബോളുമായിട്ട് പ്രോഗ്രസ് മേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ഒറ്റ മനുഷ്യന് പോലും അറിയത്തില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ സംബന്ധിച്ച് നാണക്കേടാണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ യുണൈറ്റഡിൻ്റെ ടീം 4 മിഡ്ഫീൽഡേഴ്സിനായിട്ടാണ് ഇറങ്ങിയത്. അപ്പം ബ്രൂണോയും മക്ടോമിനെയും 2 നമ്പർ 10s ആ ഒരു റോളിലാണ് ഇവർ രണ്ടുപേരും കളിച്ചത്. ബാക്കി 2 വിങ്ങിൽ, ഒരു വിങ്ങിൽ റാഷ്ഫോർഡ്, ഒരു വിങ്ങിൽ ഗർണാച്ചോ, ഈ രീതിയിലായിരുന്നു നമ്മുടെ ഒരു ഫോർമേഷൻ. ഓൾമോസ്റ്റ് ഒരു 4-4-2 അല്ലെങ്കിൽ 4-2-2-2 എന്നൊക്കെ പറയാവുന്ന ആ ഒരു രീതിയിലുള്ള ഫോർമേഷനായിരുന്നു യുണൈറ്റഡിൻ്റെ. അപ്പം നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുണൈറ്റഡ് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയത് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുക, ലോങ് ബോൾസ് കളിക്കുക. ലോങ് ബോളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആരാണോ അവരെ ഫൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു റാഷ്ഫോർഡ്, ബ്രൂണോ, ഗർണാച്ചോ ഇവർ പൊസിഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സെൻറ്റർ, ആ രീതിയിലൊക്കെ അവരുടെ പൊസിഷൻസ് അവർ ത്രൂ ഔട്ട് ദ ഗെയിം നമ്മൾ നോക്കിയാൽ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ കൂടുതലും എഫക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ചെങ്കിലും അറ്റാക്ക് നടത്താൻ പറ്റിയത് ലോങ് ബോൾസ് വഴിയാണ്. ആദ്യത്തെ ഗോളാണെങ്കിലും റാഷ്ഫോർഡിൻ്റെ ഗോൾ നോക്കിയോ, ഒരു വിധത്തിൽ നമ്മുടെ ഒനാന കിക്ക് എടുക്കുന്നു, നേരെ ബ്രൂണോയ്ക്ക് കൊടുക്കുന്നു. ബ്രൂണോ അത് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഹോൾഡ് ചെയ്തിട്ട് റാഷ്ഫോർഡ് ബാക്കിൽ നിന്ന് റണ്ണ് മേക്ക് ചെയ്യുന്നു, വന്ന് ഷോട്ട് എടുക്കുന്നു. ആ ഒരു ഷോട്ട് എടുക്കാനും റാഷ്ഫോർഡിന് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് മക്ടോമിനയുടെ റണ്ണാണ്. 2 ഡിഫൻഡേഴ്സിനായിട്ട് മക്ടോമിനെ ആ ഒരു റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ രണ്ട് ഡിഫൻഡേഴ്സും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡിന് അവിടെ നല്ലൊരു സ്പേസ് കിട്ടി, അല്ലെങ്കിൽ യാതൊരു പ്രഷറും ഇല്ലാതെ അവിടെ ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി പറ്റി. അത് റാഷ്ഫോർഡ് എടുത്തു. റാഷ്ഫോർഡിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് നമ്മൾ ആദ്യത്തെ ഒരു ഗോൾ അടിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ആ ഒരു ഗോൾ കഴിഞ്ഞിട്ടും റാഷ്ഫോർഡിന് എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 2-3 ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് കളഞ്ഞ് കുളിച്ചു. റാഷ്ഫോർഡ് ഗോൾ സ്കോർ ചെയ്തു, ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി, നല്ലതാണ്. പക്ഷേ ബാക്കി ഗെയിമിൽ യാതൊരു രീതിയിലും പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലായിരുന്നു. എനിക്ക് ആ ഒരു യുണൈറ്റഡ് ടീമിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ പെർഫോമൻസ് വൈസിൽ ഒനാന ഒഴിച്ച് ബാക്കി ഒരു മനുഷ്യൻ്റെയും പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റാഷ്ഫോർഡ് ഗോൾ അടിച്ചു, പക്ഷേ ബാക്കി ഒരു തരത്തിലും ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല. ഒനാന ശരിക്കും പറഞ്ഞാൽ ഫോഡൻ്റെ 2 നല്ല ചാൻസുകൾ പുള്ളി സേവ് ചെയ്തു. ഒരു 1v1 വന്നു കൗണ്ടറിൽ 1v1 ഓൾമോസ്റ്റ് കൺസീഡ് ചെയ്തു എന്ന് വിചാരിച്ച സ്ഥലത്ത് ഒനാന നമ്മളെ സേവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ 1-0 മുന്നിൽ നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ സിറ്റിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഇഷ്ടം പോലെ ചാൻസ് ഉണ്ടായിരുന്നു. ഫോഡന് തന്നെ 2 ചാൻസ്, ഹാലൻഡിന് നല്ല പുഷ്പം പോലെ, ഒരിക്കലും 45-ാമത്തെ മിനിറ്റിലെന്ന് തോന്നുന്നു, ഹാലൻഡിൻ്റെ ആ ഒരു പുഷ്പം പോലെ ഫോഡൻ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഹാലൻഡ് അടിച്ച് ഗോൾ പോസ്റ്റിൻ്റെ മണ്ടേ കൂടെ കളഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ സിറ്റിക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. യുണൈറ്റഡിന് വേണമെങ്കിലും ഗോൾ സ്കോർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ഗോളും കൂടെങ്കിലും സ്കോർ ചെയ്യാമായിരുന്നു യുണൈറ്റഡിന് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ. അപ്പം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും യുണൈറ്റഡിന് യാതൊരു രീതിയിലുള്ള ചാൻസും ഇല്ല, ഒന്നുമില്ല. ഓൾ ഔട്ട് സിറ്റിയുടെ അറ്റാക്ക്. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ഡെബ്രോയിനെയും ഹാലൻഡിനെയൊക്കെയാണ് പേടിച്ചത്. പക്ഷേ ഫോഡനായിരുന്നു ഇന്നത്തെ മാച്ചിൽ പൊളിച്ചടിക്കിയത്. ഒന്നും പറയാനില്ല. അമേസിങ്. ഫോഡൻ്റെ ആ ഒരു 2 ഗോൾ വീണ് കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് തീർന്നു. യുണൈറ്റഡ് പൊസഷനിലെങ്ങാനും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയങ്ങളിൽ, പൊസഷനൊക്കെ പിടിച്ച് പയ്യെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ ബോൾ ലൂസ് ചെയ്യുമ്പോഴുള്ള യുണൈറ്റഡിൻ്റെ ഡിഫെൻസീവ് സ്ട്രക്ചർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ആ ഒരു പൊസഷനൊക്കെ ആയിട്ട് ഈ സിറ്റി അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ പൊസിഷൻ ലൂസ് ചെയ്യുമല്ലോ, ട്രാൻസിഷനിൽ ഇവർ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഭയങ്കര മോശമായിരുന്നു. ഇപ്പം ഗോൾ കൺസീഡ് ചെയ്യും എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിലും ഭേദം എനിക്ക് തോന്നി യുണൈറ്റഡ് ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതാണ് അതിലും ഭേദമെന്ന് ആ ഒരു പല സമയത്തും എനിക്ക് തോന്നി. പിന്നെ അവസാനം ടെൻഹാഗ് പൂഴിക്കടകൻ എന്നുള്ള രീതിയിൽ അമ്രാബാത്തിനെ ഇറക്കി ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി അമ്രാബാത്തും ഹാലൻഡ് മച്ചാൻ ഗോൾ അടിച്ചില്ലല്ലോ, നീ ഗോൾ അടിച്ചോളാന്ന് പറഞ്ഞിട്ട് ഫൈനൽ തേർഡിൽ പൊസിഷൻ ലൂസ് ചെയ്ത് ഹാലൻഡിനും അങ്ങനെ ഗോൾ സ്കോർ ചെയ്യാനുള്ള നല്ല അവസരം, അല്ലെങ്കിൽ ആ ഒരു ഗോള്
ഹാലൻഡിന് സ്കോർ ചെയ്യാനുള്ള അവസരം കൂടെ അമറാബാത്ത് ഒരുക്കി കൊടുത്ത് അമറാബാത്തും കളിയിലെ താരമായി മാറി. അപ്പം ഞാൻ ഇതിനൊക്കെ എന്താ പറയേണ്ടത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും റിയലി അമേസിങ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ശരിക്കും അറിയത്തില്ല ഗൈസ്, ഈ ഒരു ടീമിനെ എങ്ങനെ ശരിയാക്കിയെടുക്കും, ആര് വന്നാൽ ഇത് ശരിയാകും, ടെൻ ഹാഗിന് ശരിയാക്കാൻ പറ്റുമോ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിച്ച് കുളവാക്കുന്നില്ല. മറ്റൊരു നല്ല വീഡിയോ കാണാം.